താരലേലത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫ്രാഞ്ചൈസിയെ ആരാധകരടക്കം ട്രോളുകയാണ്. കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി കളിച്ച വെടിക്കെട്ട് ബാറ്റർ വിൽ ജാക്സിനെ ലേലത്തിൽ വിളിച്ചെടുക്കാത്തത് ആരാധകർക്ക് പിടിച്ചില്ല. മാത്രമല്ല, മുഹമ്മദ് സിറാജിനെ നിലനിർത്താൻ ശ്രമിക്കാതിരുന്നതും ആരാധകരെ ചൊടിപ്പിച്ചു. മോശം ടീം സെലക്ഷൻ എന്നാണ് IPL ആരാധകർ RCBയെ പരിഹസിക്കുന്നത്. അതേസമയം മുൻ സീസണുകളിലെ കുറവ് പരിഹരിക്കാൻ കൃത്യമായ പദ്ധതികളാണ് താരലേലത്തിൽ RCB നടപ്പിലാക്കിയത്. മധ്യനിരയിലും വാലറ്റത്തുമാണ് RCB മിക്കപ്പോഴും തകർന്നു പോകാറുള്ളത്. ആ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RCB മാനേജ്മെൻറ്റ് ഇത്തവണ താരലേലത്തിൽ പണമെറിഞ്ഞത്. ഗ്ലെൻ മാക്സ്വെല്ലിന് പകരം അതേ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് താരം ലിയാം ലിവിങ്സ്റ്റണെ RCB ഇത്തവണ വിളിച്ചെടുത്തിട്ടുണ്ട്. ദിനേശ് കാർത്തിക്കിന് പകരം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ എത്തുമ്പോൾ മധ്യനിരയ്ക്ക് കരുത്തുകൂടും. കൃണാൽ പാണ്ഡ്യ, സുയാഷ് ശർമ്മ എന്നിവരും ബാറ്റിങ്ങിൽ തിളങ്ങാൻ കൽപ്പുള്ളവരാണ്. ഇമ്പാക്റ്റ് പ്ലെയറാകാൻ സാധ്യതയുള്ള സ്വപ്നിൽ സിംഗ്, ടിം ഡേവിഡ് എന്നിവരും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ സാധിക്കുന്നവർ. ഓൾറൗണ്ടറായ കരീബിയൻ താരം റൊമാരിയോ ഷെപ്പേർഡും RCBയുടെ സ്ക്വാഡിലുണ്ട്. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ജോഷ് ഹേസൽവുഡിനൊപ്പം ഭുവനേശ്വർ കുമാർ കൂടി എത്തുന്നതോടെ RCBയുടെ വലിയ തലവേദന മാറും. യാഷ് ദയാലും പേസ് നിരയ്ക്ക് മൂർച്ച കൂട്ടാനുണ്ട്. കൃണാൽ പാണ്ഡ്യ, സുയാഷ് ശർമ്മ എന്നിവർക്കൊപ്പം ലിയാം ലിവിങ്സ്റ്റൺ കൂടി ചേരുമ്പോൾ സ്പിൻ യൂണിറ്റും ഇത്തവണ ശക്തമാണ്.